ഹലോ, അസ്സാം വലൈക്കും. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു ഓട്ടോ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഓട്ടോ ഓടിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നമ്മളെ 9:25 ഉള്ളിലാണ് നമുക്ക് സ്കൂൾ ട്രിപ്പ് എടുക്കേണ്ടത്. സ്കൂൾ ട്രിപ്പ് പറഞ്ഞാൽ കുറച്ച് കുട്ടികളുള്ളൂ. അപ്പൊ അവരെയും കൊണ്ട് സ്കൂൾക്ക് പോകണം. അതാണ് ഫസ്റ്റത്തെ ട്രിപ്പ്. ഇന്നിപ്പോ രാവിലെ ഇറങ്ങാൻ തന്നെ ഒരുപാട് നേരം വൈകി. സമയം തന്നെ ഇപ്പൊ 9:15 ഇങ്ങനത്തെ വീഡിയോ എടുക്കാണ്ട് ഒരു പരിചയമില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. വീഡിയോ ക്യാമറ തീരെ ക്ലാരിറ്റി കുറവാണ്. വേറെന്താ, ഞാൻ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാം. ഓക്കെ, നമ്മളുള്ളത് പേങ്ങാടിപ്പാടം പേങ്ങാടിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഇങ്ങനെ കുറച്ച് കുട്ടനടുത്ത് സ്കൂൾക്ക് കൊണ്ടുപോകാറുണ്ട്. സ്ഥലമാണ്. വേമ്പ വേമ്പ രണ്ട് മഹാന്മാർ ഒരു മഹാന്മാര്. കടക്കല്ലൂർ പാലം. കടങ്ങല്ലൂർ എന്താണ്? കടങ്ങല്ലൂർ ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടി കുറവാണ്. 3 വലിയ വണ്ടിയുണ്ട്. മനോജുണ്ട്, കരീമുണ്ട്, ബാവുണ്ട്. സ്കൂളിലേക്കുള്ള റോഡാണ് കേട്ടോ. ഇങ്ങനെ കടങ്ങല്ലൂർ സ്കൂൾ എത്തി.
ഒരു മടത്തിങ്ങര ഭാഗത്ത് ഒരു ഓട്ടം കിട്ടിയിട്ട് ആ മടത്തിങ്ങര റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. നമുക്ക് ഈ വീഡിയോ എടുത്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ചെറിയ രീതിയിലൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. മടത്തിങ്ങര ഭാഗത്തേക്ക് ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് എന്തോ ഒരു സാധനം കൊണ്ടുവരാൻ എന്തോ ആണ്. ഏതായാലും പോയി നോക്കട്ടെ. പിന്നെ ഇതൊരു നല്ല കൂടെ ഉള്ള ഒരു ആള് മനുഷ്യരില്ലാത്ത സ്ഥലത്ത് കൂടെ പോണ റോഡാണ്. കൊട്ടം കഴിഞ്ഞാൽ അവിടെയൊക്കെ വരുന്നുണ്ട്, സ്കൂളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ കുറച്ച് സ്ഥലം ഒരു മനുഷ്യനുണ്ട്, അത് കാടുമായിട്ടുള്ള സ്ഥലം. കുറച്ച് സ്ഥലം റോഡ് ഒറ്റ മോശമായിരുന്നു, ഇപ്പൊ റെഡി ആയിട്ട്. കരിമന്റെ കുട്ടികളാണ് തോന്നുന്നുണ്ട്. നിങ്ങൾ സ്കൂൾക്കല്ലേ? കയറിക്കോളി, നിങ്ങൾ സ്കൂൾക്കാ. അങ്ങനെ മടത്തിങ്ങര മദ്രസിന്റെ അടുത്തെത്തി. മദ്രസാണിത്, മടത്തിങ്ങര മദ്രസാണിത്. ഞാനേ ഒരു വണ്ടിക്കാരൻ മടത്തിങ്ങനെ സ്കൂളിൽ ഒരു ഓട്ടം പോകണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്നത്. ആരും കാണുന്നില്ല. നോക്കാം, നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം. വരും. ടീച്ചർ വരാതെ പറഞ്ഞേനെ. വെല്ലടിച്ചു കുട്ടികളൊക്കെ സ്കൂൾ ക്ലാസ്സുകളുണ്ട്. വെല്ലടിച്ചില്ലേ? സ്കൂൾ ക്ലാസ് പോയിക്കോളി. മൂന്ന് ചെറിയ കുട്ടികളാണ്. അവരെ കൊണ്ട് നമ്മള് ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ അൻസാറിൽ. അപ്പൊ അവിടെ കൊണ്ടുപോയി ഇറക്കിയിടണം. അതാണ് ഓട്ടം. വലിയൊരു കയറ്റം. മൂന്ന് കുട്ടികളുടെ ടീച്ചർ ഉണ്ട്. ടീച്ചർ അങ്ങോട്ട് കാത്തിട്ടാണ്. അപ്പൊ അൻസാറിൽ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് 120, 130 രൂപ സെറ്റിന്റെ കൈന്നിട്ടാണ്. അൽഹംദുലില്ലാ, ഇന്നത്തെ ദിവസം എങ്ങനെ ആവും അറിയില്ല, നോക്കാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മളെ കടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. ബാക്കിൽ എത്തിന് ബാക്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 ചെറിയ വണ്ടിയുണ്ട്, 3 വലിയ വണ്ടി, പിന്നെ
ചെറിയ വണ്ടി, 3 ചെറിയ വണ്ടി, 3 വലിയ വണ്ടി. നല്ല വണ്ടി അമ്പൂര് എന്നാലും അമ്പേക്കുള്ളത് അമ്പേക്ക് ഉണ്ടാവും. മഹാന്മാരൊക്കെ ഭയങ്കര ചർച്ചയിലാണ്. ട്രാക്കില് ഇതാ അയ്യൂബ് സാറൊക്കെ വന്നിട്ടുണ്ട്. ഇവരെ തള്ളുകൾ കേൾക്കായി വളരെ. ഹലോ മനോജ് ഇതുണ്ടോ ഇടയിൽ തിരിക്കാൻ വരുന്നവരൊക്കെ കാണാം. വണ്ടികൾ ഇതൊക്കെ പുകയാണ്. ഇതാണ് നമ്മുടെ സുഗതൻജി കലാകാരൻ. ഇത് നമ്മളൊക്കെ ഏറ്റവും ബ്രില്യന്റായ തലയാണ് ഈ തലയിലുള്ളത്. പള്ളിയാളി സാർ നമ്മളെ റീൽസിന്റെ സാറാണ് ഇതാണ് നിൽക്കുന്നത്. നമ്മളെ വീഡിയോ പിടിച്ചാണ് നടക്കുകയാണ്. അതിന്റെ ഇടയിലൊക്കെ എപ്പോഴാ ഒരു ഓട്ടം കിട്ടുക അറിയില്ല. അതുപോലെ ഫോൺ ട്രിപ്പൊക്കെ വന്നാല് കഴിച്ചിലായി. ഞാൻ കാണിച്ചു തരാം. നമ്മളെ സഞ്ചല് ഒരു ടൈപ്പ് ആയിട്ട് നടക്കാം. അന്നൊന്ന് പരിചയപ്പെടുത്തായിരിക്കും. നമ്മളെ ചാനലിന് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്തായിരിക്കും. ഇതാണ് സഞ്ജയ് സാറ്. പറയൂ, എന്തൊക്കെ നടത്താനോ സാറില്ല. അപ്പോഴേ ഇന്നിപ്പോ കൈനട്ടമായ 120 രൂപ കിട്ടീന്. 120 രൂപ 130 രൂപ. പിന്നെ ഇനിയിപ്പോ അടുത്ത പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആരെങ്കിലൊക്കെ മേടിക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. നോക്കാം, ചെയ്താറാകുമ്പോ തന്നെ എന്തെങ്കിലുമൊക്കെ റെഡി ആവുമല്ല എന്നുള്ളത്. നമ്മള് അരമണിക്കൂറായി ഒരു അനക്കില്ല. ചില സമയത്ത് അങ്ങനെ അന്തം വിട്ട് അങ്ങനെ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ അവിടെ റെഡിയാവും, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോ അങ്ങനെ ശരിയാവും. പ്രതീക്ഷയാണല്ലോ. വാവേട്ടം ഇന്നലെ അർജന്റീന ജയിച്ചു പറഞ്ഞേ. സമ്മതിച്ചു. എന്നാലും തോറ്റ് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായില്ലേ, അത് നടന്നില്ല. കണ്ടോ ഇനി സ്പെയിൻ ഒന്നും അല്ലായിരുന്നു എനിക്ക്. ഞാൻ കണ്ടില്ല. അങ്ങനെ നമ്മളെ ഉന്തി മുന്നിലെത്തിന്. പതുക്കെ ഒരു മണിക്കൂറാകാനായി. ഒരനക്കും ഇല്ല. വരും ഇൻഷാ അല്ലാഹ് വരും വിചാരിക്കാം. അങ്ങാടി തപ്പത്തെ അവസ്ഥ അത്. ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഇവിടെ തേങ്ങ കയറ്റാനൊരു ലോറി നിർത്തിന്, വേറൊന്നുമില്ല. അപ്പൊ നമുക്ക് ഒരു 1.25 മണിക്കൂറിന് മേലെ ഇപ്പൊ നമ്മൾ ട്രാക്കിൽ വന്നിട്ട് ഒരു 30 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി അടുത്തത് നോക്കാം. ഓട്ടം വളരെ കുറവാട്ടോ. സാധാരണ ഈ നേരൊക്കെ ആകുമ്പോഴത്തേന് ഇപ്പൊ 12 കഴിയും. ഈ നേരൊക്കെ ആകുമ്പോഴത്തേനെ എങ്ങനെയായാലും ഒരു 10-300-400 റുപ്യൊക്കെ ഓടലുണ്ട്. ഇന്ന് വളരെ മോശമാണ്. റോഡ്ക്കല്ലായിട്ടുള്ളൂ. ഇനി നമുക്ക് നേരെ ട്രാക്കിലോട്ട് പോവാം. ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഫോൺ ട്രിപ്പിന് കോള് വന്നപ്പോ രാവിലെ ഉള്ള ആ കോൾ തന്നെ ഉള്ളൂ. പിന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഓക്കെ,
ഇതാണ് ഹാജിയാർപടി ജംഗ്ഷൻ. എത്തിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ട്രാക്ക്. നമ്മളെ സെയ്ദ് സാഹിബാണ് പോണത്. ഇനി ഉന്തി മുന്നിലെത്തിയൊരു 30 റുപ്യ കിട്ടുമോ അറിയില്ല. ഇതിന്റെ ഇടയിൽ ആരും വിളിച്ച് പോയാൽ മതി. അപ്പൊ ചെറിയൊരു ഓട്ടം ഉണ്ടായിന്. ഒരു 100 രൂപ ആ സാധനം വാങ്ങി കൊണ്ടുകൊടുത്തതിന് 100 രൂപേന്റെ ഓട്ടം ഉണ്ടായിന്. അത് കിട്ടി. അങ്ങനെ വീണ്ടും ട്രാക്കിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നോക്കാം. ഇപ്പോ ബാങ്ക് കൊടുത്ത് 1 മണിയാകാനായി. ട്രാക്കിൽ നിന്ന് ഒരു ചെറുപ്പാലം ഭാഗത്ത് കഴിച്ചാൽ കരി ഉണ്ടോ കടയിൽ ഒരു 50 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചെറുപ്പാലത്തിൽ നിന്ന് ഇങ്ങനെ പോരാണ്. അപ്പൊ നമ്മള് പള്ളി നമസ്കാരമൊക്കെ കഴിഞ്ഞിറങ്ങി. ഇനി ഒരു ഫോൺ ട്രിപ്പ് ഉണ്ട്, ഒന്ന് പോയി നോക്കാം. ഇതൊക്കെ മുണ്ടാറുമ്പത്തെ ആ ഭാഗത്തേക്കാന്നാ പറഞ്ഞത്. പോയി നോക്കാം. ചെറുപ്പാലത്തിൽ നിന്ന് ഇങ്ങനെ പോരാണ്. നമ്മളെ ചെറുപ്പാലാണ്. അപ്പൊ നമ്മളെ മുണ്ടാറുമ്പത്ത് ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു 70 രൂപയുടെ ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. ഫോൺ ട്രിപ്പിന് കുഴപ്പമൊന്നുമില്ല, ഉഷാറാ, അൽഹംദുലില്ലാ. അപ്പൊ ഇനിയിപ്പോ സമയം ഇപ്പോ ഏകദേശം ഒരു 1:30 മണി കഴിഞ്ഞു. ഈ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് മൊബൈലിലാണ് ചാർജ് ഒറ്റ കുറഞ്ഞു ചെയ്തത്. പക്ഷെ വണ്ടിയിൽ ചാർജ് സെറ്റ് ആക്കിയില്ല. അത് ഉണ്ടായി കംപ്ലൈന്റ് വന്നത്. അപ്പൊ ഇനി അത് റെഡി ആവണ ഒരു റിസ്ക് തന്നെയാണ് മൊബൈലിൽ വീഡിയോ എടുക്കല്. ഇനി പിന്നെ വീട്ടിൽ പോയിട്ട് ചാർജ് ചെയ്തിട്ട് വേണം ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങാം. ഓക്കെ, അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകണേ. നമ്മുടെ വീടിന്റെ പോർച്ചിലെത്തി. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഭക്ഷണം എന്താണ്, അയിലക്കറി ഉണ്ട്, അയില മുളക് ഇട്ടാണ്. അയിലക്കറി ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്, ഇതൊക്കെ സെറ്റ്. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ഹലോ, നമ്മളെ തറവാട് വീട്ടിലായിട്ടുള്ളത്. ഇതാ തറവാട് വീട്. അജുവാൻ, ഈ എടുത്തോണേ. കാസർഗോഡോ? ഇങ്ങോട്ടോ. അറിയോ? ഓക്കെ. ഈ ഇപ്പൊ 3-4 ദിവസം ഹോസ്പിറ്റലിലല്ലേ? ഇനിയാ ഒക്കെ റെഡിയായോ? പനിയൊക്കെ മാറിയോ? നോക്കിയാ ഫുൾ സെറ്റാ? ഓക്കെ ആണോ? നമ്മളെ തറവാട് വീട്. എങ്ങനെ പോണേ? ആ പിന്നെ എന്നേനെ പോണേ? ഏതെങ്കിലും വണ്ടി പോണ്ട് സെറ്റ്. ആ, നമുക്ക് കാണാൻ. ഞാൻ പറ്റി എന്നാ വരാ അറിയില്ലേ?
ഏതായാലും പോയി അടിച്ചു പൊളിച്ചു വാ. അങ്ങനെ നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ചു. മൊബൈൽ ചാർജ് ഇല്ല, കുറച്ചു മൊബൈൽ ചാർജ് ഒക്കെ ചെയ്ത് ഒക്കെ റെഡിയായി. അപ്പം അത് കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടത്. നമ്മള് 2 ലോക്കൽ ഉണ്ടായിന്. 40 80 രൂപ കിട്ടി. 80 കിട്ടി. നമ്മൾ വീണ്ടും ട്രാക്കിലോട്ട് വന്നു. അരമണിക്കൂർ നിന്നതിന്റെ ശേഷമാണ് ഇവിടുന്ന് 80 രൂപ 2.40 കിട്ടി. അങ്ങനെ ഇന്ന് പൊതുവേ ഓട്ട് വളരെ കുറവാ. ചെറിയ ചെറിയ ലോക്കലുകൾ മാത്രമേ ഉള്ളൂ. സാധാരണ അരീക്കോട്, കീശ്ശേരിയോ കൊണ്ടോട്ടിയോ അങ്ങനെയൊക്കെ കിട്ടലുണ്ട്. ഇന്നിപ്പോ അതൊന്നുമില്ല. ഇന്ന് ഇവിടെയുള്ള കോട്ടിയും പരലും മാത്രം. ഇനിയിപ്പോ 3/4 മണിക്കൂർ കഴിഞ്ഞാൽ രാവിലെ കൊണ്ടുവന്നിട്ട കുട്ടികളുണ്ട് സ്കൂള്, അതുപോലെ കൊണ്ടുപോയാക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ലോങ്ങോ കാര്യമൊന്നും പോകാൻ പറ്റൂല. സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോകാനുള്ളതുകൊണ്ടേ കുറച്ച് കുട്ടികളുള്ളൂ. ഏതായാലും നോക്കുക, ഇൻഷാ അള്ളാ. പ്രതീക്ഷയാണല്ലോ, പ്രതീക്ഷിച്ചിരിക്കാം. ആ ഗ്യാപ്പിലൊക്കെ ഒന്നാണ്ട് ലോക്കലൂടെയൊക്കെ കിട്ടുമോ നോക്കാം. ഒരു ഫോണൊക്കെ വന്നിട്ടുണ്ട്. ലോക്കലാണ്, 4 ഓട്ടം ഫ്രീ ഒക്കെ. ലോക്കലെങ്കിൽ ലോക്കൽ 30 30. അങ്ങനെ ഒരു 30 രൂപയും കൂടി കിട്ടിയിട്ടുണ്ട്. ട്രാക്കിലേക്ക് വീണ്ടും എത്തി. ചെറിയൊരു ലോക്കലേന് ഫോൺ ട്രിപ്പേ. അത് കഴിഞ്ഞത് അവിടെ അങ്ങാടിയിൽ വണ്ടി 4 ചെറിയ വണ്ടി, ഒരു വലിയ വണ്ടി. അങ്ങനെ നമ്മൾ വീണ്ടും ട്രാക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ സ്കൂളിൽ നിന്ന് ചെറിയ കുട്ടികളെ കൊണ്ടുണ്ടായിരുന്നു, കുറച്ച് കുട്ടികളെ. അപ്പൊ അവരെ കൊണ്ടുപോയി കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ഒരു 70-80 റുപ്യന്റെ ഒരു ഓട്ടം വേറെ ഉണ്ടായിന്, അത് ഓടി കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ അങ്ങോട്ട് വെള്ളേരി ഉണ്ട്. പള്ളിക്കരൊന്ന് പോണോ, അസംസ്കരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ മൂട്ടി വെട്ടണം എന്ന് പറഞ്ഞ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവിടെ പോയി അവിടെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് മൂട്ടിയൊക്കെ വെട്ടിച്ചിട്ട് ഇന്നിപ്പോ അങ്ങനെ ആയി പോകും. ഇപ്പൊ ഓർഡറൊക്കെ ഒന്ന് കണക്കണ്ടേ കാരം നോക്കാം ഇൻഷാല്ലാ. അപ്പൊ നമ്മള് വീണ്ടും ഒരു 70 രൂപയുടെ ഒരു ഓട്ടത്തിൽ വന്നതാണ്. ചെറിയൊരു ഓട്ടത്തിലാണ്. ഇവിടെ മുണ്ടോറമ്പത്ത് അങ്ങാടിയിലുള്ളത്. സാധനം വാങ്ങാൻ വേണ്ടി പോയതാ അതൊരു താത്ത. ഓക്കെ ഇൻഷാല്ലാ. ഫൈവ് ഹൗസിലേനി മോനെ ആയിരുന്നു. ചിരിച്ചിരുന്ന് ഓടിയട്ടാ വരിക. എവിടെ രാജ്യ പാതോടെ രണ്ടാമത്തെ കുട്ടികൾ ഇങ്ങനെ വീഡിയോ ഇഷ്ടമാണെന്ന് എല്ലാരും പറഞ്ഞല്ലോ. ആര് പറഞ്ഞേ? നിങ്ങൾക്ക് ചെറിയ ഇത് 4.2 ഒരു ബോക്സ് കൊണ്ടേ ഇത് 160 രൂപ കിട്ടി. 4.2 ഒറ്റ ചെറിയൊരു ബോക്സ്. ഓക്കെ, ആ കുട്ടികളവിടെ ബാർബർ ഷോപ്പിൽ നിർത്തി പോന്നു. പോയോക്കട്ടെ, എന്തായി അറിയില്ല. നമ്മളെ 100 രൂപ ആണ്. ഞാൻ 100 പോയിക്ക് വെള്ളം നല്ല ആദായമുണ്ട്. ആർക്കമാണെങ്കിലും പോരി എങ്ങനെ ആയാലും പോയി ആദായത്തിന് 12 രൂപ കുറവാണ്. 12 രൂപ കുറവാണ്. രാത്രി 9 മണി കോഴി മണി കിട്ടും. രാവിലെ 6 മണി ടു രാത്രി 9 മണി. ഓക്കെ. പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ കൂട്ടൂല, അൺലിമിറ്റഡ് ആണ്. കോഴി പാസ് 50 രൂപ ഒരു കിലോ. ഓക്കെ. കോഴിന് മുട്ട ഉണ്ട്, കാട മുട്ട ഉണ്ട്, ബ്രോസ്റ്റ് പൊടി ഉണ്ട്. നിങ്ങളൊക്കെ ഗൂഗിൾ പേ ചെയ്താൽ നിങ്ങളൊക്കെ ചെയ്ത് കിട്ടും. ഓക്കെ ഓക്കെ.
ഇനി ഇവിടെ എത്തുമ്പോ ഇല്ലാന്ന് അങ്ങനെ പറയണ്ട അപ്പൊ പറഞ്ഞ എന്നാ ഓക്കെ വരി. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഒരു 7-7:15 ഉള്ളില് പിന്നെ വീട്ടിലെത്തിന് ഒരു 1000 ഒക്കെ താഴെയൊക്കെ ഒന്ന് ഓടിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഉഷാറാണ്. ഇതിലാറൊക്കെ ചില ദിവസം ഇതിലാറൊക്കെ കൂടുതൽ ഓടും. ഞാൻ ഇന്ന് കുറച്ച് കുറവാണ്. കൂടുതൽ കിട്ടാറുണ്ടായില്ല. എന്നാലും വർക്കത്താണ്. ഉഷാറൊക്കെ റെഡിയാവും. പിന്നെ നാളെ അടുത്തൊരു വീഡിയോ ഉഷാറൊക്കെ നമുക്ക് സെറ്റാക്കാം. അതായിരിക്കും. ബൈ.